ഇതുപോലൊരു പോരാട്ടം ലോക ക്രിക്കറ്റിൽ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. അടിക്കു പകരം തിരിച്ചടി. എളുപ്പത്തിൽ വിജയിച്ച് 2 പോയിന്റ് നേടാമെന്ന് കണക്കുകൂട്ടിയ പാകിസ്ഥാന് 6 റൺസിൻ്റെ തോൽവി. ഇന്ത്യ തോറ്റുവെന്ന് കരുതി കളി കാണാതിരുന്നവർ വരെ ഞെട്ടിയ റിസൾട്ട്. ഇന്ത്യ ഉയർത്തിയ 119 റൺസ് മറികടക്കാനാകാതെ പാകിസ്ഥാൻ 6 റൺസിന് തോറ്റു. 2 ടീമിൻ്റെയും തുടക്കം ഭേദപ്പെട്ടതായിരുന്നെങ്കിലും ഇന്നിംഗ്സിൻ്റെ പകുതി കഴിഞ്ഞതോടെ പിച്ചിൻ്റെ സ്വഭാവം മാറി. ഇന്ത്യ 89-3 എന്ന നിലയിൽ നിന്ന് തകർന്നെങ്കിൽ പാകിസ്ഥാൻ 73-3 എന്ന നിലയിൽ നിന്നാണ് തവിടുപൊടിയായത്. ഇന്ത്യക്കായി അർഷദീപും സിറാജും ചേർന്ന് അവസാന വിക്കറ്റിൽ നേടിയ 7 റൺസ് മത്സരത്തിൽ നിർണായകമായി. ഋഷഭ് പന്തിൻ്റെ വിക്കറ്റിന് മുന്നിലും പിന്നിലുള്ള പ്രകടനം മത്സരത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു. പന്ത് 31 പന്തിൽ 6 ഫോർ അടക്കം 42 റൺസ് നേടുകയും മികച്ച 3 ക്യാച്ചുകളും DRS തീരുമാനങ്ങളുമായി കളം നിറഞ്ഞു. ബുംറയുടെ ഓവറുകൾ ഇന്ത്യക്ക് അതീവ നിർണായകമായി. പ്രത്യേകിച്ച് അവസാന 2 ഓവറിൽ 3 റൺസ് വീതമാണ് താരം വഴങ്ങിയത്. മുഹമ്മദ് റിസ്വാൻ മത്സരം ഫിനിഷ് ചെയ്യാനായി ആങ്കർ റോൾ കളിച്ചെങ്കിലും ബുംറ അതിനനുവദിച്ചില്ല. 44 പന്ത് കളിച്ച താരം 31 റൺസ് മാത്രമാണ് നേടിയത്. ഇതിൽ 2 ബൗണ്ടറികൾ മാത്രം. ഇമാദ് വാസിമും 23 പന്തിൽ നിന്ന് 15 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. കോഹ്ലിയും രോഹിത്തും നഷ്ടപ്പെട്ട ഇന്ത്യ 19-2 എന്ന നിലയിൽ തകർന്നെങ്കിലും അക്സറും പന്തും ചേർന്ന സ്കോർ 58-ലെത്തിച്ചു. അപകടം ഒഴിവാക്കി. ഇന്ത്യൻ ബോളർമാരുടെ മികച്ച എക്കോണമിയാണ് മത്സരത്തിൽ ഇന്ത്യക്ക് പിടിമുറുക്കാൻ അവസരം നൽകിയത്. സിറാജ്, ബുംറ, പാണ്ഡ്യ, ജഡേജ, അക്സർ ഇവരെല്ലാം 6-ൽ താഴെ എക്കോണമിയിലാണ് പന്തെറിഞ്ഞത്. അർഷദീപ് മാത്രമാണ് 4 ഓവറിൽ 31 റൺസ് വഴങ്ങിയത്. 14 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയ ബുംറയാണ് മാൻ ഓഫ് ദി മാച്ച്. 2 വിജയത്തോടെ ഇന്ത്യ ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. USA രണ്ടാമതും പാകിസ്ഥാൻ പോയിൻ്റൊന്നുമില്ലാതെ 4-ാം സ്ഥാനത്തുമാണ്.